ബ്രഹ്മസൂത്രം ഉപോദ്ഘാത ഭാഷ്യത്തിന്റെ 9ാമത്തെ പേജ്, ടീക്കയില് താഴേന്ന് 8ാമത്തെ പങ്ക്തി. ലോകവ്യവഹാര ശബ്ദത്തിന്റെ വ്യുത്പത്തി നടത്തുകയാണ്. നിങ്ങളുടെ ഭാഷ്യത്തില് ആ സെന്റൻസ് അവസാനം വന്നു നിന്നത് 10ാമത്തെ പേജില് നൈസർഗികോയം ലോകവ്യവഹാര. എന്താണ് ഈ ലോകവ്യവഹാര ശബ്ദത്തിന്റെ അർത്ഥം? അർത്ഥാധ്യാസവും ജ്ഞാനാധ്യാസവും പറയുന്നുണ്ട്, രണ്ടിലൂടെയും. ലോകം വേറെ, അധ്യാസം വേറെ. നമ്മൾ കാണുന്നേരം ലോകാധ്യാസം മാത്രമാണ്, ടീകാകാരന്മാർ കാണുന്നേരം അത് ലോകവുമാണ്, അധ്യാസവുമാണ്. അതെങ്ങനെ നോക്കിയോ? ലോക്യതേ മനുഷ്യോഹം നിത്യഭിമന്യതേ ഇതി ലോകോ അർത്ഥാധ്യാസ. നമ്മൾ കാണുന്നേരം പെട്ടെന്നത് ജ്ഞാനാധ്യാസം അല്ലേ തോന്നിപ്പോവും. മനുഷ്യോഹം ജ്ഞാനാധ്യാസത്തിലെടുക്കുക, അർത്ഥാധ്യാസത്തിലെടുക്കുക. അതായത് എന്ത് ചെയ്തു? ലോക്യത ബുജ്യത ഇത് ലോക എന്നാണ് ലോകശബ്ദത്തിന്റെ വ്യുത്പത്തി തന്നെ. അപ്പോൾ ഭോഗം നടക്കുന്ന ഇടമാണ് നമ്മൾ ലോകശബ്ദം കൊണ്ട് പറയാറ്. ഇവിടെ മനുഷ്യോഹം ഇത് അഭിമന്യത, അഭിമാനത്തിന്റെ വിഷയമാണ്. മനുഷ്യോഹം ഇത് അഭിമാനം വേറെയാണ്, മനുഷ്യോഹം ഇത് അഭിമാനത്തിന്റെ വിഷയത്തെയാണ് നമ്മൾ അഭിമന്യതേ ഇത് അഭിമാനഹ എന്ന് പറയുന്ന വിഷയാർത്ഥത്തിലെടുത്ത കർമ്മണ്യ വ്യുത്പത്തി നടത്തിയത്. വ്യുത്പത്തി നോക്കണം, അവരെന്ത് അർത്ഥത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്ത് അർത്ഥാധ്യാസമാണെന്ന്. പിന്നെയോ തത് വിഷയോ വ്യവഹാരോ സഹ വിഷയോ യസ്യ വ്യവഹാരസ്യ സ വ്യവഹാര തത് വിഷയ. അത് വിഷയമായിരിക്കുന്നത് യാതൊരു വ്യവഹാരത്തിൻ്റെതാണോ? ഏതാണ് വ്യവഹാരം? അഭിമാനം എന്നർത്ഥം. ഈ അഭിമാനമാണെന്ത്? അഹം മനുഷ്യ എന്നുള്ള ജ്ഞാനാധ്യാസം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരർത്ഥപ്പം ഘടഹ. അപ്പൊ അത് അർത്ഥം ഘടജ്ഞാനം എന്ന് വേറെ. അപ്പോൾ ലോകം എന്നുള്ളത് വ്യവഹാരത്തിന്റെ വിഷയമായിരുന്നു. അതും അഹം എന്നുള്ള സ്ഥലത്ത് ഈ അഹം സ്ഥലം സാക്ഷി പ്രകാശിക്കുന്നതാണ്. പക്ഷേ സാക്ഷി പ്രകാശം എടുത്തല്ല ഇവിടെ സംസാരിക്കുന്നത്. അഹം മനുഷ്യ ഇതം അഹമസ്മി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ. ഇവിടെ നമ്മൾ മറ്റൊരു വസ്തുവിനെയും കൂട്ടുപിടിച്ചിട്ടാണ്, ശരീരാദി മനുഷ്യത്വാദി സംബന്ധി ആയിക്കൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ അഭിമാനമുള്ളത്. അതുകൊണ്ട് സാക്ഷിയാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തുവുണ്ട്. ഇനി മനുഷ്യോഹം എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് മനുഷ്യത്വ വിശിഷ്ട ഭാനമാണ് നടക്കുന്നത്. അതും ഭാനമാണ്. ഭാനമായതുകൊണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണത്. അതുകൊണ്ട് ജ്ഞാനാധ്യാസത്തിലെടുത്തു. അതിന്റെ വിഷയത്തെ അർത്ഥാധ്യാസത്തിലെടുത്തു. ഇതിന്റെ പിറകിലൊരു സ്റ്റെപ്പ് ഉണ്ട്, അടുത്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. സാക്ഷിയുടെ പ്രകാശമാണെങ്കിൽ പോലും സാക്ഷി ശരീര സംബന്ധിയായിക്കൊണ്ട് ജ്ഞാനം അഭിമാനിക്കുന്ന സ്ഥലമാണ്. അതാണ് മനുഷ്യത്വാദികൾ ശരീരത്തിലിരിക്കുന്നതാണത്. അത് വിഷയോ വ്യവഹാരോ അഭിമാനഹ. വ്യവഹാരത്തിന് അർത്ഥമാണ് അഭിമാനം എന്ന് പറയുന്നത്. ഇത് ജ്ഞാനാധ്യാസോ ദർശിത. അപ്പോൾ ലോകശബ്ദം കൊണ്ട് അർത്ഥാധ്യാസത്തെയും വ്യവഹാര ശബ്ദം കൊണ്ട് ഏതാ വ്യവഹാരം? അഭിമാനമാണ്. മനുഷ്യം എന്നുള്ള അഭിമാനം അത് ജ്ഞാനാധ്യാസമാണ്. വിവിധ അധ്യാസ സ്വരൂപ ലക്ഷണമാഹ. വിവിധാധ്യാസ സ്വരൂപം, 2 പ്രകാരത്തിലുള്ള അധ്യാസത്തിന്റെ സ്വരൂപ ലക്ഷണം ഒന്നിച്ചെടുത്ത് കാണിക്കുകയാണ്. 9ാമത്തെ പേജിലെ 1ാം പങ്ക്തി മുതൽ ഭാഷ്യം നോക്കിക്കോ. അഥ അന്യോന്യസ്മിൻ, ഇതാണ് നിങ്ങൾ കാണുന്നത് അന്യോന്യസ്മിൻ എന്നുള്ളത്. അത് ഒഴിവാക്കിയിട്ട ഭാഗമാണ്. അന്യോന്യസ്മിൻ അന്യോന്യാത്മകത, പരസ്പരം അന്യോന്യസ്മിൻ എന്ന് പറയാം, ഒന്നോ മറ്റൊന്നിൽ. അന്യോന്യാത്മകത മറ്റൊന്നിന്റെ സ്വരൂപത്തെ, അതായത് അയോഗോളവും അഗ്നി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൽ എന്ത് ചെയ്യും? പരസ്പരം അധ്യസിച്ചിട്ട് അന്യോന്യസ്മിൻ അന്യോന്യാത്മകത ഒന്ന് മറ്റൊന്നിന്റെ സ്വരൂപത്തെ അധ്യസിക്കുകയാണ്. അതായത് അയോഗോളകം വന്യയിലേക്കും വന്യ അയോഗോളകത്തിലേക്ക് അധ്യസിക്കുന്നുണ്ട്. അന്യോന്യസ്മിൻ ഒന്ന് മറ്റൊന്നിൽ പരസ്പരം ധാർമ്മികളുടെ അധ്യാസം നടത്തിക്കൊണ്ട് പിന്നെന്ത് ചെയ്യും? അന്യോന്യ ധർമാശ്ചദ്യസ്യ, പരസ്പര ധർമ്മങ്ങളെ അധ്യസിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം പരസ്പരം ധർമ്മികളുടെ അധ്യാസം നടന്നിട്ട് അയോഗോളകവും വന്യവും തമ്മിൽ അധ്യാസം നടന്ന ശേഷം അയോഗോളകത്തിന്റെ ധർമ്മമായിരിക്കുന്ന വർത്തുളത്വം അഗ്നിയിലേക്കും അഗ്നിയുടെ ധർമ്മമായിരിക്കുന്ന ദാഹകത്വം അയോഗോളകത്തിലേക്ക് അധ്യസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ധർമ്മ അധ്യാസം നടക്കണമെങ്കിൽ ആദ്യം ധർമ്മ അധ്യാസം നടക്കണം എന്നുള്ള സിദ്ധാന്തത്തിലെ പോയത്. ഇത്യാദിന ധർമ്മ ധർമ്മിണോഹോ ഇത്യന്തേന, അതെവിടെ പോയി നിൽക്കുന്നു നോക്കിയോ? ധർമ്മ അന്യോന്യ ധർമാശ്ച അധ്യസ്യ. അതിന് കാരണം എന്താ? ഇതരേതര അവിവേകന, തിരിച്ചറിയാതിരിക്കുക.
ആത്മാവേദ അനാത്മാവേദം തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് ആത്മാനാത്മ അധ്യാസം നടക്കുന്നത്. അതേപോലെ അയോഗോളകം ഏതാണ്, അഗ്നി ഏതാണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുമ്പോൾ അയോഗോളകത്തിൽ അഗ്നി അധ്യാസം നടക്കും. അത്യന്ത വിവിക്തയോർ ധർമ്മധർമ്മിണോഹോ, വാസ്തവത്തില് വിവിക്ത എന്ന് പറഞ്ഞാൽ ഭിന്നം എന്നർത്ഥം. ധർമ്മവും പരസ്പര ഭിന്നമാണ്, ധർമ്മിയും പരസ്പര ഭിന്നമാണ്. അതേപോലെ ധർമ്മവും ധർമ്മിയും പരസ്പര ഭിന്നമാണ്. എന്നിട്ടും നമ്മൾ, അതായത് അയോഗോളകം ഭിന്നമാണ്, അഗ്നിയും ഭിന്നമാണ്. അയോഗോളത്തിലെ ധർമ്മം ഭിന്നമാണ്, അഗ്നിയിലെ ധർമ്മം ഭിന്നമാണ്. എന്നിട്ട് പോലും എന്ത് ചെയ്യാറുണ്ട്? അയോഗോളവും അഗ്നിയായിട്ട് സംബന്ധിക്കാറുണ്ട്, അയോഗോളക ധർമ്മം അഗ്നിയായിട്ട് സംബന്ധിക്കാറുണ്ട്. ധർമ്മം അഗ്നി അയോഗോളമായിട്ട് സംബന്ധിക്കും, അഗ്നിയുടെ ധർമ്മവും അയോഗോളമായിട്ട് സംബന്ധിക്കും. എന്നിട്ടോ ധർമ്മധർമ്മിണോഹോ അത്യന്ത വിദ്യോഹോ അധ്യാസമായിട്ട് കൂടി ചേർത്തുവിടുക. ആ അധ്യാസത്തിന് മൂല കാരണമാണ് ഇത് പറയുന്നത് മിഥ്യാജ്ഞാന നിബന്ധന, മിഥ്യാജ്ഞാന നിമിത്ത എന്നുള്ളത്. ഇതിന് നിങ്ങൾക്ക് ഇനി മിഥ്യാജ്ഞാനം എന്നുള്ളതിനെ ശ്രദ്ധിച്ചോളണം. ലോവർ ടെക്സ്റ്റിലൊന്നും കൂടുതലില്ല, ഹയർ ടെക്സ്റ്റിൽ ഇതിനെപ്പറ്റി നല്ല ചർച്ച ഉണ്ടാവും. മിഥ്യാച തദജ്ഞാനം ചെയ്ത് മിഥ്യാജ്ഞാനം. ഇതിന്റെ അർത്ഥം എന്താ? നമ്മളെ ഇവിടെ ഇപ്പോൾ പൂർവക്ഷി പ്രസംഗ സ്ഥലത്ത് മിഥ്യാശബ്ദത്തിന് എന്താ അർത്ഥം എടുത്തത്? മിഥ്യാശബ്ദത്തിന് രണ്ടർത്ഥം ഉണ്ടായിരുന്നു, അപലാപാർത്ഥവും അനിർവചനീയ അർത്ഥവും. പൂർവക്ഷി പറഞ്ഞ സ്ഥലത്ത് മിഥ്യാശബ്ദത്തിന് എന്തായിരുന്നു അർത്ഥം? അപലാപം. അപഹനവാർത്ഥം എന്ന് പറയാം, അപലാപാർത്ഥമാണ്. ഇനി ഇപ്പോൾ മിഥ്യാ അജ്ഞാനം എന്നുള്ള സ്ഥലത്തെ മിഥ്യാച തദജ്ഞാനം ച, അജ്ഞാനം തന്നെ മിഥ്യ എന്നാണ്. മിഥ്യാശബ്ദത്തിന് അവിടെ എന്തർത്ഥം ചെയ്യും? അനിർവചന എന്നർത്ഥം ചെയ്യും, പാടില്ല എന്നല്ല. അപ്പോൾ അനിർവചനീയമായിരിക്കുന്നതാണെന്ത്? അജ്ഞാനം. അജ്ഞാനം പോലും വാസ്തവത്തിലുള്ളതല്ല. ഏതൊരു അജ്ഞാനമാണോ ജഗത്തിന്റെ കാരണമായിരിക്കുന്നത്, ആ അജ്ഞാനം പോലും അനിർവചനീയമായിരിക്കുന്ന അജ്ഞാനമാണ്. അനിർവചനീയം എന്ന് പറയുന്ന അർത്ഥം ഭയങ്കരമാണത്, നിർവചിക്കാൻ പറ്റാത്തതാണ്, വിഷ്ണുവിന്റെ കൂടെ ഇരിക്കുന്നതല്ലേ ശക്തി എന്ന് പറഞ്ഞ് ചാടണ്ട. ശരി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ടൊന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഇത് പറഞ്ഞത് സത്താണെന്ന് നിരൂപണം ചെയ്യാൻ പറ്റത്തില്ല, അസത്താണെന്ന് നിരൂപണം ചെയ്യാൻ പറ്റത്തില്ല, സദാസത് ഉഭയാത്മകമാണെന്ന് നിരൂപണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വേദാന്തികൾ അതിനെ അനിർവചനീയം എന്ന് പറയുന്നത്. നിർഭക്തന്റെ ശക്യമിതി അനിർവചനീയം എന്നാണ്. അനിർവാച്യം, അനിർവചനീയം എന്നൊക്കെ പറഞ്ഞോ. പക്ഷെ എന്ത് പറയരുത്? അവാച്യം എന്ന് പറയരുത്. അവാച്യവും അനിർവചനീയമായിട്ട് വ്യത്യാസം. അവാച്യം എന്ന് പറയുന്ന അർത്ഥം വാച്യമല്ലാത്തതെന്നാ. അപ്പൊ വാച്യമാവണമെങ്കിൽ എന്തായിരിക്കണത്? ശ്രദ്ധിച്ചോ? വെറുതെയെങ്കിലും വന്നിരുന്ന ആൾക്കാർക്ക് ഇതിന് മനസ്സിലാവില്ല. വാച്യമാവണമെങ്കിൽ ആ വസ്തുവില്, വാച്യമാവുന്ന വസ്തുവില് ജാതി ഗുണ ക്രിയ സംബന്ധം, അതുമല്ലെങ്കിൽ അത് രൂഢ്യാർത്ഥമെങ്കിലും ആയിരിക്കണം. 5 ജാതി ഗുണ ക്രിയ സംബന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് രൂഢ്യാർത്ഥമെങ്കിലും ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശബ്ദത്താൽ അതിന് പറയാൻ പറ്റൂല. ശബ്ദത്താൽ പറയപ്പെടുന്ന വസ്തുവാണ്, അതായത് ശബ്ദശക്തിയാൽ പറയപ്പെടുന്ന വസ്തുവാണ് വാച്യം. വാച്യമാവണമെങ്കിൽ ആ വസ്തുവില് ജാതി ഗുണക്രിയ സംബന്ധമോ അല്ലെങ്കിൽ അത് രൂഢ്യോ ആയിരിക്കണം. ബ്രഹ്മവസ്തു എന്നുള്ളത് അവിടെ ആ വസ്തു നിർധർമ്മകനായതുകൊണ്ട് ആ ബ്രഹ്മവസ്തുവിൽ ജാതി ഗുണക്രിയ സംബന്ധമോ ഇരിക്കത്തില്ല, അതേപോലെ അതൊരു ശബ്ദത്തിന്റെ രൂഢിയും അല്ലത്. ആയതിനാൽ ശബ്ദത്തിന്റെ ശക്തിയാൽ അത് പറയപ്പെടത്തില്ല എന്നുള്ളത് കൊണ്ടാണ് വാച്യമല്ല എന്ന് പറഞ്ഞത്. വാച്യമല്ലെങ്കിൽ എന്തായി? അവാച്യമായി. അവാച്യമായിരിക്കുന്ന ബ്രഹ്മത്തെ ഏതെങ്കിലും ശബ്ദം കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പറ്റുമോ? പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പറ്റും. അങ്ങനെ ലക്ഷണയാ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും. അപ്പോൾ വാച്യമാവുന്നത് ജാതി ഗുണക്രിയ സംബന്ധമുള്ള വസ്തുവാണ്. അതില്ലാഞ്ഞിട്ട് പോലും ബ്രഹ്മത്തെ നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പറ്റും. വാച്യമാവാത്ത വസ്തു ലക്ഷ്യമാവും. ലക്ഷ്യമാവുന്ന വസ്തുവില് ഏതെങ്കിലും ഒരു ശബ്ദവാച്യത വരുന്നില്ലേ? ഗംഗായാം ഘോഷ എന്നുള്ള സ്ഥലത്ത് ഗംഗാ ശബ്ദത്തിന്റെ ലക്ഷ്യമായിരിക്കും തീരത്തില് ഏതെങ്കിലും ഒരു ശബ്ദത്തിന്റെ വാച്യത വരുന്നില്ലേ? തീരശബ്ദത്തിന്റെ വാച്യല്ലേ അത്? അപ്പൊ ബ്രഹ്മത്തില് തീരശബ്ദത്തിന്റെ വാച്യല്ലേ തീരം? ഗംഗാ ശബ്ദത്തിന്റെ ലക്ഷ്യമായിരിക്കും തീരശബ്ദത്തിന്റെ വാച്യല്ലേ? ഇവിടെ ഏത് ശബ്ദത്തിന്റെ വാച്യമാണ് ബ്രഹ്മം?
അതേപോലെ ഇനി ഒരു കാര്യം കൂടി നോക്കിയോ. നമ്മൾ ഇന്നലെ രണ്ടാമത്തെ ടീക്കൽ രണ്ടാം പങ്ക്തിയില് നജ സേതു ദർശനാത് സത്യസ്യ പാപസ്യ നാശദർശനാത് ന അയോഗ്യതാ നിശ്ചയതി പങ്ക്തി കഴിഞ്ഞതാണ്. അതിന് പ്രമാണമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. സേതും ദൃഷ്ട്വാ സമുദ്രസ്യ ബ്രഹ്മഹത്യാം വ്യപോഹതി. ठीक ബ്രഹ്മഹത്യാ പാപം നടത്തിയാലാണ് ദൂരദേശത്തുനിന്ന് ചെരുപ്പിടാതെ കുടപിടിക്കാതെ വെയിലത്ത് നടന്ന് കഷ്ടപ്പെട്ട് ഭിക്ഷാടനം നടത്തി അന്നവും ഭുജിച്ച് ഞാനിങ്ങനെ ബ്രഹ്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് ചൊല്ലിപ്പറഞ്ഞിട്ട് വരണം എന്നാ. ठीक ഇതൊക്കെ ഓരോരോ കാലത്തും ഓരോരോ നിയമം ഉണ്ടാക്കേണ്ട ആൾക്കാരുണ്ടായിക്കോളും. ठीक ഇനിയിപ്പോൾ നിങ്ങളുടെ പങ്ക്തി ടീക്കൽ ഇതിന്റെ ഇടയ്ക്ക് ഇതിൽ വേറെ രസകരമായ ഒരു കാര്യം കൂടി ഉണ്ട്. ബ്രഹ്മസൂത്രത്തില് അദ്വൈതത്തിൽ ഒരു പ്രസംഗം വന്നിട്ടുണ്ട്. അതായത് നിയമം എന്താന്ന് പറഞ്ഞാല് ഏത് അജ്ഞാനത്തിന്റെ കാര്യമാണോ അധ്യസ്ഥ വസ്തു തദജ്ഞാനത്താൽ നഷ്ടപ്പെടും. ഉദാഹരണം കയറിന്റെ അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന സർപ്പം കയറിന്റെ അജ്ഞാനത്താൽ നഷ്ടപ്പെടും അല്ലേ. അപ്പൊ കയറിന്റെ അജ്ഞാനത്താൽ നഷ്ടപ്പെടുന്ന വസ്തു എന്തായിരിക്കും? കയറിന്റെ അജ്ഞാന കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സേതു ദർശനത്താൽ നഷ്ടപ്പെടുന്ന പാപം സേതു അജ്ഞാനത്തിന്റെ കാര്യമാണോ? അപ്പൊ നോക്കിയോ, ഇനി ഇവിടുന്ന് മുന്നോട്ട് നോക്കിയോ. ടീക്കാണ് ജാഡ്യ ചൈതന്യാദി ധർമാണാം ധർമ്മിണോ അഹങ്കാരാത്മാനോ ധർമ്മങ്ങൾ എടുത്തു കാണിക്കുകയാണ്. ജാഡ്യം എന്ന് പറഞ്ഞ ജഡത്വം, ചൈതന്യം. ഈ വാസ്തവത്തില് ചേതനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപ ആത്മാവിന്റെ ധർമ്മമല്ല ചൈതന്യം. എന്നിരുന്നാലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പഞ്ചപാതികയിലെ വിവരണത്തിലെ പങ്ക്തിക്കനുസരിച്ച് അപ്രദക്തേവി ചൈതന്യാത് പൃഥക്കിവ ഉപാസത. ഏത്? അപ്രദക്താവി ചൈതന്യാത് പൃഥക്കിവ ഉപാസത. അപ്പോൾ ജാഡ്യ ചൈതന്യാദി ധർമ്മമാണ്. ജാഡ്യം എന്നുള്ള ജഡത്വം ജഡവസ്തുക്കളുടേതും ചൈതന്യം എന്നുള്ളത് ബ്രഹ്മ അഭിന്നമായിട്ടും ഭിന്ന രൂപത്തിൽ നമ്മൾ വ്യവഹരിക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ധർമ്മങ്ങളുടെ ധർമ്മികളാരാ? ധർമ്മിണവും അഹങ്കാരാത്മാനവും. ആത്മാവിന്റെ ധർമ്മമാണ് ചൈതന്യം, ധർമ്മിയായിരിക്കുന്ന അഹങ്കാരത്തിന്റെ ധർമ്മമാണ് ജാഡ്യം. തയോർ അത്യന്തം ഭിന്നയോർ. വാസ്തവത്തിൽ ഇവ രണ്ടും ഭിന്ന ഭിന്നമായ വസ്തുക്കളാണ്, ആത്മാനാത്മാക്കളും അതേപോലെ തന്നെ അവയുടെ ധർമ്മങ്ങളും. എന്നിട്ടും ഇതരേതര ഭേദ ആഗ്രഹേണ ഇതരേതര ഭേദത്തിന്റെ പരസ്പര ഭേദത്തിന്റെ ഗ്രഹണം നടക്കാത്തതിനാൽ എന്ത് പറ്റി? അന്യോന്യസ്മിൻ അന്യോന്യ താദാത്മ്യം. അന്യോന്യസ്മിൻ പരസ്പരത്തിൽ ഒന്ന് മറ്റൊന്നിൽ എന്നർത്ഥം. എന്ത് നടത്തി? അന്യോന്യ താദാത്മ്യം, മറ്റൊന്നിന്റെ ഏകത്വം. അതായത് കയറിൽ സർപ്പത്തിന്റെ ഏകത്വം, സർപ്പത്തിൽ കയറിന്റെ ഏകത്വം. എന്നിട്ടോ അന്യോന്യ ധർമാശ്ച, കയറിന്റെ ധർമ്മങ്ങൾ സർപ്പത്തിലും സർപ്പത്തിന്റെ ധർമ്മങ്ങൾ കയറിലും, അല്ലെങ്കിൽ അഗ്നിയുടെ ധർമ്മങ്ങൾ അയോഗോളകത്തിലും അയോഗോളകത്തിന്റെ ധർമ്മങ്ങൾ അഗ്നിയിലും. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? അയോഗോളവും അഗ്നിയും തമ്മിൽ താദാത്മ്യ അധ്യാസം നടന്നതിനാൽ. അന്യോന്യ ധർമാശ്ച, ധർമ്മങ്ങളുടെയും വ്യത്യാസേന അധ്യസ്യ. വ്യത്യാസം എന്നുള്ളത് പരസ്പര വിപരീതമായിക്കൊണ്ട് സ്വരൂപല്ലല്ലോ, മറ്റൊന്നിന്റെ ധർമ്മമല്ലേ. അതായത് അയോഗോളകം അഗ്നി, അഗ്നിയുടെ ധർമ്മങ്ങൾ നേർ വിപരീതമായിട്ട് അയോഗോളകത്തിലേക്കും അയോഗോളകത്തിന്റെ ധർമ്മങ്ങൾ നേർ വിപരീതമായിട്ട് അഗ്നിയിലേക്ക് അധ്യസിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ധർമ്മികൾ തമ്മിൽ പരസ്പര അധ്യാസം നേരിട്ടു. ധർമ്മികൾ തമ്മിൽ പരസ്പര അധ്യാസം നേരിട്ടാൽ ധർമ്മങ്ങൾ തമ്മിൽ വിപരീതമായിട്ട് അധ്യാസം നേരിടാൻ തുടങ്ങും. എന്നിട്ട് അധ്യസ്യ ലോകവ്യവഹാരം, ഇങ്ങനെ അധ്യസിച്ചും കൊണ്ട് ലോകവ്യവഹാരം നടക്കുന്നു. പരസ്പര അർത്ഥാധ്യാസങ്ങൾ നടന്നുകൊണ്ട് ജ്ഞാനാധ്യാസം നടക്കുന്നുവെന്നോ അഥവാ ഇപ്രകാരം അർത്ഥാധ്യാസവും ജ്ഞാനാധ്യാസവും നടക്കുന്നുവെന്നോ രണ്ടുപേർ ചെയ്യാം. അതഹ സോയമിതി പ്രമായാഹ ന അധ്യാസത്വം തദിദം അർത്ഥയോ കാലഭേദേന കൽപ്പിത ഭേദേവി അത്യന്താഭേദ അഭാവാദിതി വക്തും അത്യന്തേക്യുക്തം. ഇവിടെ ഭാഷ്യകാരൻ അത്യന്ത വിവിക്തയോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർത്തും ഭിന്നങ്ങളായിരിക്കുന്ന വസ്തുക്കളുടെ, അതായത് ധർമ്മിയും തീർത്തും ഭിന്നങ്ങളാണ്, ധർമ്മവും തീർത്തും ഭിന്നങ്ങളാണ്. ഇവിടെ തീർത്തും ഭിന്നങ്ങൾ എന്നെന്തിനാ പറഞ്ഞതെന്ന്, അത്യന്ത വിവിക്തയോർ. വിവിക്തയോർ എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ അത്യന്ത ശബ്ദം വിശേഷണമായിട്ട് വിവിക്ത ശബ്ദത്തിന് കൊടുത്തത്? ഇതിന് ഉത്തരം പറയാണ് സോയം. സോയം എന്നുള്ള പ്രത്യയത്തിന് നമ്മൾ ഇവിടെ പ്രത്യഭിജ്ഞ എന്ന് പറയും. പ്രത്യഭിജ്ഞയുടെ ലക്ഷണം എന്താ? അവഗാഹിജ്ഞാനം പ്രത്യഭിജ്ഞ. തത്തേദന്താവഗാഹിജ്ഞാനം. തത്താച ഇദന്താചേരി തത്താ തത്തേദന്തേ. ठीक തത്തേദന്തകള് അവഗാഹനം നടത്തുന്നോണ്ട് തത്തേദന്താവഗാഹി. അപ്പൊ തത്ത എന്ന് പറഞ്ഞ എന്താർത്ഥം?
തത്കാലം തദ്ദേശം. ഇതെന്താന്ന് പറയുന്ന അർത്ഥം? ഏതദ്ദേശം ഏതത് കാലം. അതായത് നമ്മൾ പണ്ട് എവിടെയോ കണ്ട വ്യക്തിയെ ഇന്ന് നമ്മളുടെ മുന്നിലൂടെ അങ്ങനെ നടന്നു പോകുന്നേരം പറയും, അതെ അവനല്ലേ ഇവൻ, അല്ലെങ്കിൽ അവളല്ലേ ഇവൾ. ठीक है. ഈ ഒരു വ്യക്തി ഏകമാണെങ്കിലും അന്ന് കണ്ട വ്യക്തി തന്നെയാണ് ഇത് എന്നുള്ളത് കൊണ്ട് വ്യക്തിക്ക് ഐക്യം ഉണ്ടെങ്കിലും ആ വ്യക്തിയിൽ നമ്മൾ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയല്ലേ ഈ വ്യക്തി എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ തദ്ദേശവും തത്കാലവും സംബന്ധിക്കുന്നുണ്ട്. ഇത് എന്ന് കാണുന്ന സ്ഥലത്ത് പ്രത്യക്ഷമായിട്ട് കാണുന്ന നേരം എന്തൊക്കെയുണ്ട്? ഏത് ദേശവും ഏത് കാലവും സംബന്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ കേവലനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രഹിക്കുന്നത്, അല്ലേ? പക്ഷേ കാലദേശ വിശിഷ്ടമായിക്കൊണ്ട് അവിടെ ഒരു ഭേദം കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ രണ്ടിനെ എടുത്ത് സംസാരിക്കുകയാണ്. സോയം സഹ അയം ഇത് പ്രമായ. ഇത് പ്രമേലിച്ച പ്രമയാണ്. ചിലപ്പോൾ ഭ്രമിക്കാമേ, പ്രമേയായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിന് അധ്യാസം എന്ന് പറയാൻ പറ്റത്തില്ല. സോയം രണ്ടംശമുണ്ട് ഇവിടെ. അയമെന്ന് മാത്രം കാണുന്ന പ്രത്യക്ഷം വേറെയാണ്, സോയം എന്നുള്ള പ്രത്യഭിജ്ഞാ പ്രത്യക്ഷം വേറെയാണ്. ഈ ഒരു സ്ഥലത്ത് രണ്ടംശമുണ്ട്, തത്തംശമുണ്ട്, ഇതമംശമുണ്ട്. എന്നിരുന്നാലും തദിതമർത്ഥയോഹോ തദർത്ഥവും ഇതർത്ഥവും. തത്കാല വിശിഷ്ട തദ്ദേശവിശിഷ്ട ഏതത് കാലവിശിഷ്ട ഏത് ദേശവിശിഷ്ടമായിക്കൊണ്ട് ഭേദമുണ്ടെങ്കിൽ പോലും കാലഭേദേന കൽപ്പിത ഭേദേഭി, കാലദേശ ഭേദം കൊണ്ട് കൽപ്പിത ഭേദം ഉണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അത് ഭേദം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതിനാൽ എന്ത് പറഞ്ഞു? അപ്പൊ ഈ അത്യന്ത ഭേദാഭാവാത്, തീർത്തും ഭേദം അവിടെ നിലനിൽക്കുന്നില്ല. വസ്തു ഒന്ന് മാത്രമാണ്, കാൽപ്പനിക ഭേദമല്ലേ ഉള്ളൂ. തദ്ദേശം ഏതദ്ദേശം ഭിന്നമല്ലേ? ആ രീതിയിൽ ഒരു ഭേദം അവിടെ കാണണ്ടേ വ്യക്തിയിൽ? അത് കൽപ്പിത ഭേദമാണ്. കാരണം വാസ്തവത്തിൽ അവൻ ഏകനാണ്. കൽപ്പിത ഭേദേപി വാസ്തവ ഭേദാഭാവത് അത്യന്ത ഭേദാഭാവാത് ഇതി വക്തും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്യന്തം. അത്യന്തം ഭേദം ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാസം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ സോയം എന്നുള്ള സ്ഥലത്ത് അധ്യാസം അല്ലത്. പക്ഷെ രണ്ടംശം വെച്ച് കഴിഞ്ഞാലും ഉണ്ട്. തദാംശവും ഇതമംശവും കാണുന്നുണ്ട്. ആ തദാംശവും ഇതാംശവും അവനിൽ കൽപ്പിതമാണ്. കാരണം അവൻ ഏകനായിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അത്യന്ത ഭേദം അവിടെ കാണാൻ പറ്റത്തില്ല. തീർത്തും രണ്ട് വിലക്ഷണമായിരിക്കുന്ന വ്യക്തികളാണ് അത് അല്ല. ആ ചൈത്രം തന്നെയാണ് ഈ ചൈത്രം. പക്ഷേ കൽപ്പിത ഭേദം പറയാൻ കാരണം തദ്ദേശ തത്കാലവും ഏതദ്ദേശ ഏതത്കാലവും ഭേദമായിട്ട് അവനിൽ കൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാത്രം. എന്നുവെച്ചാ ധർമ്മി താതാത്മ്യ അധ്യാസേ ധർമാധ്യാസ സിദ്ധേഹേ ധർമാസ്യതി വ്യർത്ഥമിതി. അതായത് നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ധർമാസ്യ അധ്യസ്യ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ധർമ്മിയുടെ അധ്യാസം വന്നു കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ അധ്യാസം നടന്നോളൂ. ധർമ്മി അധ്യസിച്ചാൽ സാമാന്യമായിട്ട് ധർമാധ്യാസം കാണുക. പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ധർമാസ്യ അധ്യസ്യ ഇതരേതര വിവേകന എന്ന് പറയുന്നത്? അന്യോന്യ ധർമാസ്യ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അന്നപ്പോൾ പറയാണ് അതിനടക്കം അർത്ഥമുണ്ട്. ഇത് നജവാച്യം എന്ന് പറയണ്ട. എന്തുകൊണ്ടാ? അന്ധത്വാദീനാം ഇന്ദ്രിയധർമാണാം ധർമ്മ്യാധ്യാസ അസ്ഫുടത്വേപി അന്ധോഹമിതി സ്ഫുടോ അധ്യാസ ഇതി ജ്ഞാപനാർത്ഥത്വാത്. അതായത് നിങ്ങളുടെ ഈ അധ്യാസത്തിന്റെ പരമ്പര വരുന്നേരം അനാദി അധ്യാസവും സാധ്യാധ്യാസവുമായിട്ട് നമ്മൾ രണ്ടായിത്തിരിക്കും. അനാദി അധ്യാസമാണ് അവിദ്യയും ചേതനനും തമ്മിലുള്ള അധ്യാസം. ഈ അധ്യാസം നഷ്ടപ്പെടുക എപ്പോഴാ? ബ്രഹ്മജ്ഞാനത്തോടുകൂടി. അന്നപ്പോൾ പ്രളയകാലത്ത് സുഷുപ്തി കാലത്തൊക്കെ ഈ അധ്യാസം നിലനിൽക്കുന്നുണ്ടോ? അനഭിവക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അനഭിവക്തം അഭിവ്യക്തം എന്നാക്കി രണ്ടാക്കും നിങ്ങൾ ഇതിനെ. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം സാക്ഷി പ്രകാശമാണ് സ്ഥലം. അതുകൊണ്ട് ആ സാക്ഷി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നല്ല പെടൽ പല സ്ഥലത്തും പെടുന്നു എന്ന് പറയാൻ കാരണം ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ പങ്ക്തി എന്നിരിക്കും, നിങ്ങൾക്ക് വിഷയത്തിൽ ക്ലാരിറ്റി കിട്ടൂല. അതുകൊണ്ട് തന്നെ വലിയ മീശവിരിക്കൽ ആചാര്യന്മാർ വന്നാൽ നിങ്ങൾക്ക് സാക്ഷിയെ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ വേദാന്തം ബുദ്ധിമുട്ടിലാണ്. പല സ്ഥലത്തും പറഞ്ഞാൽ ഉള്ളിലെ അർത്ഥം നിങ്ങളെ കൈ കിട്ടിയിട്ടില്ല. പങ്ക്തിയാണ് നിങ്ങൾക്കുള്ളൂ. ठीक അവർ ഉദ്ദേശിച്ച കാര്യത്തിലെത്തൂല. അവിടെ മനസ്സിൽ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ ശ്രമിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇനിയും നിന്ന് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വേറെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലായി കേൾക്കൂല. അതായത് സാക്ഷി സ്വരൂപൻ അവന്റെ പ്രകാശം നമ്മൾ എപ്പോഴും പറയാൻ രണ്ട് വിധത്തിൽ വരാറുണ്ട്. അവന്റെ പ്രകടമായ ഭാനവും അപ്രകടമായ ഭാനവും ഉണ്ടാവും. ठीक അവന്റെ പ്രകടമായ ഭാനവും അന്നല്ല ശരിക്കും. അവന്റെ കൂടെ പ്രമാതാവും നിന്ന് കത്തുമ്പോഴാണ് നമ്മൾക്ക് പ്രകടമായ ഭാനം തോന്നുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് പ്രകട അപ്രകടം രണ്ട് ഭാനമില്ല. അവൻ ഒരേപോലെ പ്രകാശിക്കുകയാണ്. സാക്ഷി പ്രകാശം. നിങ്ങൾ ആ പ്രസംഗം വെച്ചാൽ നന്നായി. പ്രകടഭാനം എന്നുള്ളത് അവനെ സംബന്ധിച്ച് പ്രകടമൊന്നുമില്ല. സാക്ഷിയോട് കൂടെ പ്രമാതാവും കൂടി പ്രകാശിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്.
പക്ഷേ അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നോക്ക്, സുഷുപ്തി സ്ഥലത്ത്, സുഷുപ്തിയിൽ അവനുണ്ട്. ടീക്കേ. അതുകൊണ്ട് ആ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ മനസ്സിലാക്കാം, ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവനവിടെ ഇരുന്നത് കൊണ്ടല്ലേ. അപ്പൊ നോക്കിയോ എന്താ പറഞ്ഞത്? ആ സാക്ഷി സ്വരൂപന്റെ അധ്യാസം നടന്ന ശേഷം ആ സാക്ഷിയാണ് എങ്ങോട്ടേക്ക് പകരപ്പെടുന്നത്? അധ്യസിക്കാനായിട്ട് അന്ധകരണത്തിലേക്ക്. അപ്പോൾ രണ്ടെണ്ണം വരും. ശുദ്ധ ചൈതന്യം അവിദ്യയിൽ അധ്യസിച്ചു എന്നോ, അല്ലെങ്കിൽ അവിദ്യാവചന ചൈതന്യം അവിദ്യയിൽ അധ്യസിച്ചു രണ്ടാക്കാതെ, അത് വിഷയമല്ല, രണ്ട് ദൃഷ്ടിയാണ്. പിന്നെയുള്ളത് ആ രീതിയിൽ അധ്യസിച്ചിരിക്കുന്ന ഈശ്വര സ്വരൂപന്റെ അധ്യാസം എങ്ങോട്ട് നടക്കും? അന്ധകരണത്തിൽ നടക്കും. അപ്പോൾ അവിദ്യാധ്യസ്ഥ അന്ധകരണാധ്യസ്ഥ ചൈതന്യത്തിന്റെ പിന്നെയുള്ള അധ്യാസമാണ്, അല്ല ഇതിന് മുന്നേ ഒരു അധ്യാസം കൂടി വെച്ചു കൊടുക്കാം. അവിദ്യാധ്യസ്ഥ ചൈതന്യത്തിന്റെ അധ്യാസം അന്ധകരണത്തിൽ, അവിദ്യാധ്യസ്ഥ അന്ധകരണാധ്യസ്ഥ ചൈതന്യത്തിന്റെ അധ്യാസം ഇന്ദ്രിയങ്ങളിൽ, അവിദ്യാധ്യസ്ഥ അന്ധകരണാധ്യസ്ഥ ഇന്ദ്രിയ അധ്യസ്ഥ ചൈതന്യത്തിന്റെ അധ്യാസം പ്രാണാദികളിൽ. ശരി. ഇനി അങ്ങനെയില്ല, ഒറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ താദൃശ അധ്യാസത്തിന്റെ പ്രാണവിശിഷ്ട ഇന്ദ്രിയവിശിഷ്ട ഒറ്റ ചൈതന്യ അധ്യാസം വെച്ചോ, അതിന്റെ അധ്യാസം ഓരോരോ ശരീരത്തിലേക്കും വരും. കാരണം നമ്മൾക്ക് ഓരോരോ ജന്മത്തിൽ ഓരോരോ ശരീരത്തിലല്ല അഭിമാനിക്കുന്നത്. ഇങ്ങനെ പരമ്പരയിൽ അധ്യാസം നടക്കുന്നുണ്ട്. അവിടെ ഇന്ദ്രിയമായിട്ടും ചേതനയുടെ അധ്യാസം നേരിടുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് സ്പഷ്ടമായിരിക്കുന്ന ഒരു ഭാനം നടക്കുന്നില്ല. പറയാം ഞാൻ കാണുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്ദ്രിയ അധ്യാസം നടന്നതുകൊണ്ടാണ്, പക്ഷെ ഞാൻ ഇന്ദ്രിയമെന്ന് അവിടെ അധ്യസിക്കുന്നില്ല. അതേപോലെ അന്ധത്വാധീനം ഇന്ദ്രിയധർമ്മമാണ്. അന്ധത്വം ബധിരത്വം എന്നുള്ളതൊക്കെ ഇന്ദ്രിയത്തിന്റെ ധർമ്മങ്ങളാണ്. വാസ്തവത്തിൽ ഇന്ദ്രിയത്തിന് എന്താ വേണ്ടത്? അന്ധത്വമല്ല വേണ്ടത്, അത് വിപരീതമായിരിക്കുന്ന പ്രത്യക്ഷ യോഗ്യത്വമാണ് വേണ്ടത്. പക്ഷെ ഇന്ദ്രിയം പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അന്ധത്വം പറയുന്നത്, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന അന്ധത്വം എന്നുള്ള ഇന്ദ്രിയധർമ്മം ധർമ്മാണാം ധർമ്മ്യ അധ്യാസ അസ്ഫുടത്തേവി, ധർമ്മിയായിരിക്കുന്ന ചേതനുമായിട്ട് നേരിട്ട് അധ്യാസം സ്ഫുടമായിട്ട് ഭവിക്കുന്നില്ല. എന്നിട്ടും അന്ധോഹമിതി സ്ഫുടോ അധ്യാസ ഇതി ജ്ഞാപനാർത്ഥം, എന്നാലും ഞാൻ അന്ധനാകുന്നു എന്നൊരു സ്ഫുടമായിരിക്കുന്ന ഒരു അധ്യാസം നടക്കുന്നുണ്ട്. ഇത് കാണിക്കാനായിട്ടാണ് എന്ത് പറഞ്ഞത്? ധർമാസ്യസ്യ എന്ന് പറഞ്ഞത്. അന്ധത്വം എന്നുള്ളത് ധർമ്മമാണ്. ആരുടെ? ധർമ്മിയായിരിക്കുന്ന ചക്ഷുവിന്റെ. ചക്ഷുവായിട്ട് ചേതനന് ഉള്ള അധ്യാസം ഉണ്ട്, പക്ഷെ അത് സ്ഫുടമല്ല. പക്ഷേ അഹം അന്ധോഹം പശ്യാമ്യഹം എന്നിങ്ങനെയുള്ള ധർമ്മത്തിനെ ഗ്രഹിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ധർമ്മത്തെ തന്നെ വേറെ എടുത്ത് കാണിച്ചത്. നനു ആത്മാനാത്മനോഹോ പരസ്പര അധ്യസ്തത്വേഷ് ശൂന്യവാദസ്യാത്. എവിടെ എന്ത് അധ്യസിച്ചുവോ അത് മിഥ്യാവസ്തുവായിരിക്കും. ആത്മാനാത്മാക്കൾ പരസ്പരം അധ്യസിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിരിക്കും വാസ്തവം? ഒന്നും വാസ്തവത്തില്ല. ठीक है. ആത്മാവിന്റെ അനാത്മാവിലും അനാത്മാവിന്റെ ആത്മാവിലും അധ്യാസവും പറഞ്ഞില്ലേ നിങ്ങൾ? അല്ലേ? ശ്രദ്ധിച്ചോളണം. വെറും ആത്മാവിൽ അനാത്മാവിന്റെ അധ്യാസം മാത്രമാണോ, അഥവാ അനാത്മാവിൽ ആത്മാധ്യാസം നടക്കുന്നുണ്ടോ? പരസ്പര അധ്യാസം നടന്നിട്ടുണ്ട്, ഒന്ന് മറ്റൊന്നിൽ അധ്യസിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടും അധ്യസിച്ച സ്ഥിതിക്ക് വാസ്തവ വസ്തു അവിടെ ഉണ്ടോ? പരസ്പരം അധ്യസിച്ചു കഴിഞ്ഞ ഒരു വസ്തുവും വാസ്തവത്തിൽ ഇരിക്കത്തില്ല. അങ്ങനെയാണുമ്പോൾ വാസ്തവ വസ്തു എന്ത് കിട്ടി? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശൂന്യവാദം നേരിടൂലേ? ശൂന്യവാദസ്യാദിത്യ ആശങ്ക, ശൂന്യവാദം വരുമല്ലോ എന്നുള്ള ആശങ്ക നടത്തേ അതിന് ഉത്തരം പറഞ്ഞതാണ് ഇടയ്ക്ക് സത്യാനൃതേ മിഥുനീകൃത്യ 9-ാം പേജിൽ 2-ാം പങ്ക്തി. സത്യവസ്തുവും അനൃതം എന്ന് പറഞ്ഞ മിഥ്യാവസ്തുവും തമ്മിൽ മിഥുനീകരണം നടന്നിട്ട് പരസ്പരം ഏകത്വം പ്രാപിച്ചും കൊണ്ട്, അപ്പൊ എന്ത് പറ്റി? ഒരു സത്യവസ്തുവുണ്ട്, മറ്റൊന്നാണ് അനൃത വസ്തു. രണ്ടും അനൃത വസ്തുക്കൾ തമ്മിലുള്ള അധ്യാസമല്ലത്. ചേതനായിരിക്കുന്ന ആത്മാവും ജഡമായിരിക്കുന്ന അവിദ്യയും തമ്മിലുള്ള ആദ്യ അധ്യാസം നടന്നിട്ടുണ്ട്. എന്നപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പരസ്പര അധ്യാസം നടന്നിട്ടുണ്ടെങ്കിലും ഒന്ന് വാസ്തവം ഒന്ന് അവാസ്തവമായിരുന്നു. ഇത് മനസ്സിലായോ? അയോഗോളവും അഗ്നിയും പരസ്പരം അധ്യസിക്കുന്നില്ലേ? ഇതില്ലേ വാസ്തവേത? അപ്പം ഇങ്ങോട്ട് വന്നു. സത്യം അനിതം ചൈതന്യം തസ്യ അനാത്മനി സംസർഗമാത്ര അധ്യാസവും ന സ്വരൂപസ്യ. ശ്രദ്ധിച്ചോ? രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ചേതനനും ഒരു ജഡവും. ഇവിടെ നമ്മൾ തുടക്കത്തിലെ 8 അധ്യാസങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അവിടെ തയ്യാറാവാത്ത ആൾക്കാർക്ക് ഇനി ഇങ്ങനെ വലിയ സാധ്യതയൊന്നുമില്ല. ठीक है. അതുകൊണ്ടാണ് ബോധപൂർവ്വം നമ്മൾ 8 അധ്യാസം ആദ്യം വെച്ച് തന്നത്.
നിങ്ങൾക്ക് ആദ്യം ഇതിൽ മുന്നോട്ട് പോകേണ്ട ടൂളൊക്കെ തന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ആദ്യം തയ്യാറായിക്കൊള്ളണം. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് വസ്തുക്കൾ അല്ലെ, ജഡവും ചേതനനും. ചേതന അധിഷ്ഠാനമാണ്, ജഡം ആ അധിഷ്ഠാനം ചൈതന്യത്തിൽ അധ്യസ്ഥമായിരിക്കും. ഒരു ചൈതന്യം വാസ്തവമാണ്, ചൈതന്യം ഒന്ന് വാസ്തവമാണ്, ജഡം ഒന്ന് അവാസ്തവമാണ്. അതുകൊണ്ടാണ് ശൂന്യവാദം വരാത്തത്. മാത്രമല്ല പരസ്പര അധ്യാസത്തിനാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ പരസ്പരം അധ്യസിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിന്റെ 8 അധ്യാസത്തിലെ സംസർഗാധ്യാസം സ്വരൂപാധ്യാസം എന്ന് കേട്ടിട്ടില്ലേ? സ്വരൂപത്തിൽ അധ്യസിക്കപ്പെടുമ്പോൾ വസ്തു അവിടെ ഉണ്ടാവത്തില്ല, ഉള്ള വസ്തുവിന്റെ സ്വരൂപാധ്യാസം നടക്കത്തില്ല. ठीक है, ഞാൻ നേരത്തെ ചോദിച്ചത് അയോഗോളവും എന്തുവായിരുന്നു? അഗ്നിയും. ठीक है, അവയുടെ അധ്യാസം നടന്നാൽ ഏത് ബാക്കിയിരിക്കുന്നതാണ്? ദാഷ്ടാന്തിക സ്ഥലത്ത് എന്താ വന്നത്? ഒരു ചേതനും ഒരു ജഡവസ്തുവും. അപ്പോൾ ജഡവസ്തു അവിടെ ഇല്ല. അതായത് ഇത് മായികമായതിനാൽ അവിദ്യയുടെ സ്വരൂപം എന്താ? മിഥ്യാജ്ഞാനമാണത്. മിഥ്യാസ്വരൂപമായതുകൊണ്ട് ആ വസ്തു വാസ്തവത്തിൽ ഇരിക്കത്തില്ല. വാസ്തവത്തിൽ ഇരിക്കാത്തത് കൊണ്ട് അധ്യസിക്കുന്ന സമയത്ത് സ്വരൂപ അധ്യാസവും നടക്കും. വാസ്തവത്തിലുള്ള വസ്തുവിന്റെ സ്വരൂപ അധ്യാസം നടക്കത്തില്ല. അതായത് അനാത്മ അധ്യാസം നടക്കുന്ന സമയത്ത് അനാത്മാവിന്റെ ആത്മാവിൽ സ്വരൂപാധ്യാസം നടക്കും, അനാത്മാവിൽ ആത്മാവിന്റെ സ്വരൂപാധ്യാസം നടക്കുന്നില്ല. പിന്നെ നിങ്ങൾ അധ്യസിയാന്ന് എങ്ങനെ പറഞ്ഞു? അത് സംസർഗ അധ്യാസം നടക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. സ്വരൂപത്തിൽ അധ്യസിക്കുന്നില്ലെങ്കിലും അധിഷ്ഠാനത്തിന്റെ സംസർഗം, താതാത്മ്യം എന്നുള്ള സംസർഗം ഉണ്ട് എവിടെ? അധ്യസ്ഥ വസ്തുവിൽ. അധ്യസ്ഥ വസ്തുവിന്റെ താതാത്മ്യവും അധിഷ്ഠാനത്തിലുണ്ട്, അധിഷ്ഠാനത്തിന്റെ താതാത്മ്യവും അധ്യസ്ഥത്തിലുണ്ട്. അവിടെ അധിഷ്ഠാനത്തിന്റെ സംസർഗ അധ്യാസം മാത്രമേ ഉള്ളൂ. സംസർഗ അധ്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സ്വരൂപാധ്യാസം ഇല്ലെന്നർത്ഥം. സ്വരൂപാധ്യാസം ഇല്ലെങ്കിലോ സ്വരൂപം വാസ്തവമാണ് അവിടെ. ആയതുകൊണ്ട് എന്തില്ല? ശൂന്യവാദ പ്രസംഗം നേരിടത്തില്ല. നോക്കിയോ, സത്യം അനിതം ചൈതന്യം തസ്യ അനാത്മനി സംസർഗ മാത്ര അധ്യാസോ. സത്യവസ്തു എന്നുള്ളത് ചൈതന്യമാണ്, ആ ചൈതന്യത്തിന്റെ അനാത്മാവിലെ സംസർഗ അധ്യാസം മാത്രമേ ഉള്ളൂ. തസ്യ ചൈതന്യസ്യ അനാത്മനി ജഡവസ്തുക്കളിൽ സംസർഗ മാത്ര അധ്യാസോ. സംസർഗ മാത്ര അധ്യാസം ഉദ്ദേശം എന്താണ്? സ്വരൂപാധ്യാസ. അവിടെ സ്വരൂപാധ്യാസം നടക്കത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? സ്വരൂപത്തിൽ അധ്യസിക്കപ്പെടാത്തത് കൊണ്ട് സ്വരൂപത്തിൽ വസ്തു അവിടെ ഉണ്ട്. അത് സ്വരൂപത്തിൽ വസ്തു ഉള്ളത് കൊണ്ട് ശൂന്യവാദാപത്തി നേരിടത്തില്ല. അനൃതം യുഷ്മദർത്ഥ തസ്യ സ്വരൂപതോപി അധ്യാസാത്. അനൃതം സത്യാനൃതേ മിഥുനീകൃത്യം എന്നുള്ള സ്ഥലത്ത് അനൃത ശബ്ദം എന്താർത്ഥം? യുഷ്മദാർത്ഥമായിരിക്കുന്ന ജഡവസ്തുക്കളാണ്. തസ്യ സ്വരൂപത്തോപി അധ്യാസാത്. അതിന്റെ സംസർഗാധ്യാസമുണ്ട്, സ്വരൂപാധ്യാസമുണ്ട്. കാരണം സ്വരൂപത്തിലെ ആ വസ്തു അവിടെ ഇല്ല. അതുകൊണ്ട് തയോർ മിഥുനീകരണം അധ്യാസൈതി ന ശൂന്യത. തയോർ മിഥുനീകരണം, ഒരു വാസ്തവ വസ്തു ഒരു അവാസ്തവ വസ്തുവും തമ്മിലുള്ള ഏകത്വം, മിഥുനീകരണം ഏകത്വം, ഇതിനെയാണ് നമ്മൾ അധ്യാസം എന്ന് പറയുന്നത്. ആയതിനാൽ ശൂന്യവാദം നേരിടത്തില്ല. കാരണം ഒരു വസ്തു അധിഷ്ഠാനം നിലനിൽക്കുന്നുണ്ട് അവിടെ. നനു അധ്യാസ മിഥുനീകരണ ലോകവ്യവഹാര ശബ്ദാനാം ഏകാർത്ഥത്വേ അധ്യസ്യ മിഥുനീകൃത്യേതി പൂർവകാലത്വവാചി ത്വാപ്രത്യ ആദേശസ്യ ലഭഃ കഥം പ്രയോഗ ഇതി ചേത്. ഇവിടം വരെ പൂർവപക്ഷി പ്രസംഗം. അധ്യാസ മിഥുനീകരണ ലോകവ്യവഹാര ശബ്ദാനാം. അധ്യാസം എന്ന് പറഞ്ഞാലും മിഥുനീകരണം എന്ന് പറഞ്ഞാലും ലോകവ്യവഹാരം എന്ന് പറഞ്ഞാലും അധ്യാസം എന്ന് തന്നെയല്ലേ അർത്ഥം കിട്ടിയത്? അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ 3 പദപ്രയോഗം നടത്തിയത്? അധ്യസ്യ, മിഥുനീകൃത്യ. ഇവിടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാലേ, 2 കർമ്മങ്ങൾ ഒരു വ്യക്തി തന്നെ, കർമ്മം ഉദ്ദേശിച്ച ക്രിയയാണ്, 2 ക്രിയകൾ ഒരു വ്യക്തി തന്നെ ചെയ്യുമ്പോൾ അതിന് പൂർവാപരഭാവം വരുമ്പോൾ ആദ്യം ചെയ്ത ക്രിയയായിട്ട് ത്വാ പ്രത്യയം വരും. ठीक है, പിന്നെന്താണ്? സമാന കർത്തൃയോ പൂർവകാലെ ത്വാ എന്ന് പാണിനീയ സൂത്രം. ഈ സൂത്രത്താല് ത്വാ പ്രത്യയം എവിടെ വരും? പൂർവക്രിയയായിട്ട് അന്വയിക്കും. ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് നടക്കാൻ പോയി, അപ്പോൾ പറയും ഭുക്ത്വ വ്രജതി. ആദ്യം ഭക്ഷണം കഴിച്ചു, അവിടെ അതുകൊണ്ട് ത്വാ പ്രത്യയം വെച്ചു കൊടുക്കും. ഈ ത്വാ പ്രത്യയ സ്ഥലത്ത് സമാസ്യ അനന്യപൂർവ്വ ത്വാ ലെബ് എന്നുള്ള സൂത്രത്താല് നഞ്ഞപൂർവമല്ലാത്ത സമാസം വരുന്ന സ്ഥലത്ത് എന്ത് വരും? ലേവാദേശം വരും. ആദേശം എന്ന് പറഞ്ഞാല് ആദ്യത്തെ പ്രത്യയം പോയിട്ട് രണ്ടാമത്തെ പ്രത്യയം കയറിയിരിക്കും. ആഗം എന്ന് പറഞ്ഞാല് ഒരുത്തനെ മാറ്റൂല, അവൻ നേരിട്ട് കയറിയിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ ആദേശമാണ് വന്നത്. അപ്പോൾ മിഥുനീകൃത്യതി പൂർവകാലത്വ വാചി, പൂർവകാലത്വം കാണിക്കാനുള്ളതാണ് ത്വാപ്രത്യയം. ത്വാപ്രത്യയത്തിന്റെ സ്ഥലത്ത് ആര് ആദേശം ചെയ്യപ്പെട്ടു? ലവഹ.
വാപ്രത്യ ആദേശസ്യ ലപഹ. ഈ ലെപ്പിന്റെ പ്രയോഗം എവിടെയാ കണ്ടത് നിങ്ങള്? അധ്യസ്യ, അധ്യസിച്ചിട്ട് മിഥുനീകൃത്യ. ടീക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ ലപ പ്രത്യയം കാണുന്നുണ്ട്. ഇതെങ്ങനെ വന്നു? എന്തുകൊണ്ടാ? മിഥുനീകരണം തന്നെയല്ലേ അധ്യാസം. ഇപ്പൊ രണ്ട് കർമ്മങ്ങൾ പൂർവാപരങ്ങളായിട്ട് വരുമ്പോഴല്ലേ ത്വായും ത്വായിന്റെ സ്ഥാനത്ത് ലെപ്പും കയറി വരുന്നത്. ഇതെന്തിനായിരുന്നു? ഒന്ന് മാത്രം പറഞ്ഞാൽ നിർത്തിയാ പോരെ? എന്തിന് പരമ്പരയായിട്ട് നിങ്ങൾ പറഞ്ഞു പോയി? പല കർമ്മങ്ങൾ, പല ക്രിയകൾ എന്തിനു വെച്ചു ഇവിടെ? ഇപ്പോൾ ഒറ്റ ക്രിയ, ഒറ്റ ജ്ഞാനക്രിയ വെച്ചാൽ പോരായിരുന്നു? അധ്യാസം എന്ന് പോരായിരുന്നു? അധ്യസ്യ മിഥുനീകൃത്യ എന്നൊക്കെ എന്തിനാ പറഞ്ഞത്? അവൻ പറയാണ് ഇത് ചെന്ന അധ്യാസ വ്യക്തിഭേദ. ഇവിടെ പല അധ്യാസം ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു ചോദ്യം വന്നിട്ടില്ലേ, മുമ്പ് നിങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് ഈ അധ്യാസം വന്നതെന്ന്? ഇതും കൂടി ഇതിന്റെ ഇടയിൽ കൂടെ കാണിക്കാന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അതായത് അധ്യാസങ്ങളുടെ പരമ്പര മാത്രമേ നടക്കുന്നുള്ളൂ, യഥാർത്ഥ ജ്ഞാനം ഒരു സ്ഥലത്തും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനജന്യം മാത്രമേ അധ്യാസം എന്ന് പറയരുത്. അധ്യാസജന്യ അധ്യാസ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ലബന്ധം വെച്ചു കൊടുത്തത്. ഇതിനെ വിശദീകരിച്ചറിയാം. തത്ര പൂർവ അധ്യാസ ഉത്തര അധ്യാസം പ്രതി സംസ്കാരദ്വാര പൂർവകാലത്വന ഹേതുത്വ ദ്യോതനാർത്ഥം ലപപ്രയോഗ. ലപ്പിന്റെ പ്രയോഗം നടത്താൻ കാരണം പൂർവ അധ്യാസസ്യ, മുമ്പുണ്ടായിരുന്ന ജന്മത്തിൽ നമ്മൾക്ക് അധ്യാസം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇവിടെ തന്നെ രണ്ടുവിധ അധ്യാസം. ഒരു അനാദ്യ അധ്യാസമായിരിക്കും സാക്ഷ്യധ്യാസം, നിരന്തരം നടന്നുകൊടുക്കും, അത് നഷ്ടപ്പെടത്തില്ല. പിന്നെ തത്തത് ശരീരങ്ങളിൽ അധ്യാസം അങ്ങനെ നടക്കും. ശരീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പ്രളയകാലത്തോ അപ്പോഴും അധ്യാസമുണ്ട്. ടീക്കെ. എന്നപ്പോൾ ഇവിടെ നമ്മൾ സാധ്യധ്യാസത്തെ ഓരോന്നിനെ എടുത്ത് കാണിക്കുകയാണ്. അനാദ്യധ്യാസത്തെ ഒഴിവാക്കണം. അനാദ്യധ്യാസം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മുന്നോട്ടൊന്നും പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. തത്ര പൂർവ്വ അധ്യാസസ്യ, ഓരോരോ ജന്മത്തിൽ മുമ്പ് നടന്ന അധ്യാസങ്ങൾ ഉത്തര അധ്യാസം പ്രതി കാരണം. ഉത്തര അധ്യാസം, അതായത് പൂർവ്വജന്മം എന്നുള്ളത് ഉത്തരജന്മ എന്നുള്ള അധ്യാസത്തിന്റെ കാരണമായിരിക്കും. അതെങ്ങനെ? സംസ്കാരദ്വാര. പൂർവ ജന്മത്തിലെ ഭോഗവും എല്ലാം തന്നെ, എല്ലാ അനുഭവവും അതും അധ്യാസമാണ്, അനുഭവത്തിന്റെ വിഷയവും അധ്യാസമാണ്. അതിൽ നിന്ന് ആ ജന്മം നഷ്ടപ്പെട്ടു. ഇനി അടുത്ത ജന്മത്തിലേക്ക് വരുമ്പോൾ പൂർവ്വജന്മമായിരിക്കുന്ന ആ അധ്യാസം സംസ്കാര ഭാവത്തിൽ ഇരുന്നിട്ട് അടുത്ത അധ്യാസത്തിന് കാരണമായി മാറും. ശരി എന്ന് പറഞ്ഞാൽ ഇവിടെ ജഗതധ്യാസം നടന്നു കൊടുക്കുകയാണ്. ഇതിന് കാരണം എന്താ? പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന ജഗതധ്യാസം. എന്നിട്ട് എന്ത് പറ്റി? അത് നഷ്ടപ്പെട്ടപ്പോൾ അത് സംസ്കാര ഭാവത്തിലിരുന്നു. ആ സംസ്കാരത്തിൽ നിന്ന് ഇനി ഈ ജഗത്തിന്റെ അടുത്ത അധ്യാസം നടന്നു കൊടുക്കും. ഇനി ഇതെന്തിലായി മാറും? സംസ്കാരത്തിലേക്ക് കയറും. എന്നിട്ടോ അടുത്ത ജന്മം വരുന്നേരം ഹായ് ജഗത് എന്ന് പറഞ്ഞ് ഇവിടത്തുള്ളൂ. ഇത്രയുള്ള കാര്യങ്ങൾ. സംസ്കാരദ്വാര പൂർവ്വകാലത്വന ഹേതുത്വ ദ്യോതനാർത്ഥം. പൂർവ്വകാല രൂപത്തിൽ, പൂർവ്വകാലത്തിരിക്കുന്നത് കൊണ്ട്, സംസ്കാരം പൂർവ്വകാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾക്ക്, അതായത് പൂർവ്വകാലത്തിലെ സംസ്കാരം ഇപ്പോൾ നമ്മൾക്ക് കാരണമായി മാറുകയാണ് അടുത്ത അധ്യാസം പ്രതി. അതുകൊണ്ടാണ് പൂർവ്വകാലത്തിന്റെ സംസ്കാരദ്വാര അധ്യാസസ്യ കാരണത്വം. സംസ്കാരദ്വാര അധ്യാസം പ്രതി കാരണമാണ് ആര്? പൂർവ്വ അധ്യാസമേ. സംസ്കാരം കാരണം എന്നുള്ളത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. സംസ്കാരദ്വാര, അതായത് യാഗജന്യ അപൂർവദ്വാര സ്വർഗം പ്രതി കാരണമാവുന്നു. അപ്പൊ യാഗമല്ലേ കാരണമായത്? അതെ. ഇതേപോലെ സംസ്കാരദ്വാര പൂർവ്വ അധ്യാസം കാരണമായിരിക്കുകയാണ്. അവിടെ എന്ത് പറയണം? പൂർവ്വ അധ്യാസം കാരണമായിരുന്നു. ഏത് വഴി? സംസ്കാരം വഴി. അതുകൊണ്ട് പൂർവ്വകാലത്വേന അധ്യാസസ്യ അധ്യാസം പ്രതി കാരണത്വം. ഈ വരുന്ന അധ്യാസത്തിന് പൂർവ്വ അധ്യാസം കാരണം, പൂർവ്വത്തിലെ അധ്യാസത്തിന് അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അധ്യാസം കാരണം എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് പ്രയോഗം നടത്തിയത് നടത്തുന്നു. തദേവ സ്പഷ്ടയതി. ഈ സംസ്കാരം വഴി പൂർവാധ്യാസം കാരണമാണ് എന്നുള്ളതിനെ സ്പഷ്ടീകരിച്ചതാണ് ഭാഷ്യത്തില് നൈസർഗികോ എന്നുള്ള ശബ്ദം. നൈസർഗികോയം ലോക വ്യവഹാര, 1-ാം പങ്ക്തി 10-ാം പേജില്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നും കൂടി ടീക്ക തന്നെ വിശദീകരിക്കുകയാണ്. പ്രത്യേകാത്മനി ഹേതുവത് ഭാവേന അധ്യാസ പ്രവാഹോ അനാദിരിത്യർത്ഥ. ഹേതു അസ്യ അസ്മിൻ അസ്ഥിതി ഹേതുമാൻ. ഹേതു ഏതിനാണോ ഉള്ളത് അതിനെ പറയും ഹേതുമത്ത് എന്ന് പറഞ്ഞു നപുംസകലിംഗത്തില്. ഹേതുമത്ത് ആരായിരിക്കും? ഹേതു കാരണം. ഹേതുമത്ത് ആരായിരിക്കും? സാധ്യമായിരിക്കും. കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യം. ഹേതുമത് ഭാവത്തില്. ഇതിന് വിശദീകരണം കൊടുക്കുകയാണ് ഇനി. പ്രത്യേകാത്മനി ഹേതുമത് ഭാവത്തില് അധ്യാസ പ്രവാഹോ അനാദിരിത്യർത്ഥ. അധ്യാസത്തിന്റെ പ്രവാഹം, അധ്യാസം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഒരധ്യാസം ഹേതു, അടുത്ത അധ്യാസം ഹേതുമാൻ, കാര്യം. അതേ കാര്യമായിരിക്കുന്ന അധ്യാസം കാരണമായിക്കൊണ്ട് അടുത്ത അധ്യാസത്തിന് ജനിപ്പിക്കും, അവൻ കാര്യമായി മാറും. ഇങ്ങനെ
അധ്യാസം തന്നെയാണ് കാരണമായിട്ടിരിക്കുന്നത്. ഏതിന്? ഉത്തരാധ്യാസത്തിൽ. ഉത്തരാധ്യാസത്തിന്. അതായത് പഠിക്കുന്ന നേരം വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇവർ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ കൂടെ പോകണം. ഒറ്റയ്ക്ക്. ഇത് മാത്രമല്ല, എനിക്ക് അവിടെ പങ്ക്തി മാറിപ്പോയാൽ പോലും ആ പങ്ക്തി മാറിയിട്ടുണ്ട്, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്നുള്ളത് പോലും തിരിച്ചറിയാൻ പറ്റണം. ഇത് നമ്മുടെ പൂർവ്വ ആചാര്യന്മാരുടെ വിദ്യ. അവര് ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്ന ശൈലിയെ വിചിത്രമാണ്. അപ്പൊ അന്ധകാലത്ത് എന്തായിരിക്കും ടീച്ചിങ് മെത്തേഡ് എന്ന് ആലോചിച്ചു. ഇതൊക്കെ സിമ്പിളാ പറ്റും. ഇന്നൊരു കാര്യം, ഇത് ഏത് കാലത്തും ഒരു ചെറിയൊരു ഗ്രൂപ്പിന്റെ കയ്യിലേ ഇരുന്നിട്ടുള്ളൂ. ഇത് പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? വേദാന്തം, ബാക്കി 5 ശാസ്ത്രവും കൂടെ ഉള്ളവന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലാവും? 6ാമത്തെ ശാസ്ത്രമാണ്. ന്യായം മീമാംസ ഇല്ലെങ്കിൽ വേദാന്തം സ്വഹ. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ അങ്ങനെ ന്യായയുക്തമോ മീമാംസയുക്തമായിട്ടുള്ള പഠനമൊക്കെ വളരെ കുറവാണ്. പണ്ട് കാലത്ത് മീമാംസ ഉണ്ടായിരുന്നു, അപ്പോഴും ന്യായമുണ്ട്. അപ്പോൾ ഇതിലെ ടീക്കയിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് പണി കിട്ടുക. നമുക്കറിയത്തില്ല പലപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ ന്യായം പഠിച്ചു. ഞാനോ പ്രവാഹസ്യ അവസ്ഥിതി ശ്രദ്ധിച്ചോ? അതായത് ഒരു ബീജത്തിൽ നിന്ന് അങ്കുരം എന്ന് പറഞ്ഞാൽ മൊത്തം വൃക്ഷം എടുത്തോളണം കേട്ടോ. ഇനി ആ അങ്കുരത്തിൽ നിന്ന് അടുത്ത ബീജം. അപ്പൊ ചോദിക്കാം, അങ്കുരത്തിന് എവിടെ ബീജം ഉണ്ടായി? അതുകൊണ്ട് ഞാൻ പറഞ്ഞ മൊത്തം വൃക്ഷം എടുത്തോളണം. ഇതിന്റെ ഇടയിൽ ചോദ്യമൊന്നുമില്ല. ആ അടുത്ത ബീജത്തിൽ നിന്ന് വേറൊരു അങ്കുരം. ഇങ്ങനെ ബീജാങ്കുരങ്ങളുടെ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അന്നപ്പോൾ ബൗദ്ധൻ തിരിച്ചു ചോദിക്കും, ഒരു ബീജം അങ്കുരം വേറെ, ആ അങ്കുരത്തിൽ നിന്നുണ്ടാകുന്ന ബീജം പഴയ ബീജമല്ലല്ലോ, പുതിയ ബീജമല്ലേ? അപ്പോൾ അങ്കുരങ്ങൾ കുറെ ഉണ്ട്, കുറെ ബീജങ്ങളുണ്ട്. അപ്പൊ സിദ്ധാന്തി പറയും പ്രവാഹം എന്ന് പറയും. അപ്പൊ ചോദിക്കും, ഈ പ്രവാഹം എന്ന് പറഞ്ഞ എന്താ സാധനം? അങ്കുരവും ബീജവും അല്ലാതെ പ്രവാഹം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് വ്യക്തി ഉണ്ടാവും ഇതിനുള്ളിൽ. ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന വ്യക്തികളല്ലാതെ പ്രവാഹം എന്നൊരു സാധനം എന്താ? പ്രവാഹം ഒരു വസ്തുവേ അല്ല. നോക്കിയോ, എന്താണോ പ്രവാഹസ്യ വസ്തുത്വാത്, വസ്തുവിന്റെ പ്രവാഹം. ഇവിടെ എന്താണ്? അധ്യാസത്തിൽ അധ്യാസം എന്ന് പറയാണ്. അധ്യാസ പ്രവാഹ അനാദിന നിങ്ങൾ പറഞ്ഞു നിർത്തിയത്. പക്ഷേ അനാദിയായിരിക്കുന്ന ഒരു പ്രവാഹം എന്ന് പറയണമെങ്കിൽ പ്രവാഹം എന്നുള്ളൊരു വസ്തു ആയിരിക്കണ്ടേ? വ്യക്തികളല്ലാതെ പ്രവാഹ അനാദി എന്ന് പറയാം. പ്രവാഹം എന്താണ്? വസ്തുവാണോ? അധ്യാസ പ്രവാഹം എന്ന് പറഞ്ഞത് അധ്യാസ പ്രവാഹോ അനാദീന. അധ്യാസ അനാദി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അധ്യാസ വ്യക്തികൾ ഭിന്ന ഭിന്നമായി പോയി. അന്നപ്പോഴാണ് സിദ്ധാന്തി പറയുന്നത് പ്രവാഹം, അധ്യാസത്തിന്റെ പ്രവാഹം അനാദിയായിട്ടിരിക്കുന്നു. അതിന് പ്രവാഹം എന്നുള്ളത് വസ്തു എന്താന്ന് പറയാം. പ്രവാഹിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവാഹം എന്നുള്ളൊരു വസ്തു നിലനിൽക്കത്തില്ല. പ്രവാഹി ഏതാ? ദൃഷ്ടാന്തമോ ദ്രാഷ്ടാന്തികമോ സ്ഥലം പറഞ്ഞാൽ മതി. പ്രവാഹി ആരാ? ബീജാങ്കുര സ്ഥലത്ത് പ്രവാഹിയാണ് ഒരു ബീജം, ഒരു അങ്കുരം, ഒരു ബീജം, ഒരു അങ്കുരം. ഇവിടെ പ്രവാഹിയാണ് അധ്യാസം. അധ്യാസങ്ങളുടെ പ്രവാഹം എന്ന് പറഞ്ഞാൽ പ്രവാഹമാണ് അധ്യാസം. ആണോ? പ്രവാഹിയാണ് അധ്യാസം, അധ്യാസത്തിന്റെ പ്രവാഹമാണ്. പ്രവാഹിയാണ് അധ്യാസം. അതേപോലെ ബീജവും അങ്കുരവും പ്രവാഹി ആണ്, അതിന്റെ പ്രവാഹമാണ്. പ്രവാഹം ഏതിനാണോ ഉള്ളത് അതാണ് പ്രവാഹി. ഞാനിങ്ങനെ ക്ലിയർ കട്ട് പറയാൻ കാരണം ഞങ്ങളൊക്കെ ഇത് കേട്ടുന്നേരെ അന്തോ കുന്തോ ഇല്ലാതിരുന്ന് പോയിട്ടുണ്ട് കുറെ സമയത്ത്. ഇതെന്തോ ആ സംഭവം പോകുന്നതെന്നുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു ചർച്ചയൊന്നും നമ്മുടെ ലോകത്തില്ലല്ലോ. അപ്പൊ നോക്കിയോ, ഞാനു പ്രവാഹസ്യ അവസ്ഥത്വാത് അധ്യാസ വ്യക്തിനാം സാധിത്വാത്. ഇനി ഒരു അധ്യാസ വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അതും അനാദിയല്ല, ബീജവും അനാദിയല്ല, അങ്കുരവും അനാദിയല്ല. അതേപോലെ ഓരോരോ അധ്യാസത്തെ എടുത്തു കഴിഞ്ഞാൽ അതും അനാദിയല്ല. പിന്നെ എങ്ങനെയാണ് കഥം അനാദിത്വമിതി? എങ്ങനെയാണ് നിങ്ങൾ അനാദിരനന്തോ നൈസർഗികോയം എന്നുള്ള സ്ഥലത്ത് അനാദി എന്ന് പറഞ്ഞു കളഞ്ഞ എങ്ങനെയാണ് അധ്യാസത്തെ? ഇതിച്ച് അതിന് ഉത്തരം കൊടുക്കാൻ ഉച്ചതേ അധ്യാസത്വാവച്ഛിന്ന വ്യക്തിനാം മധ്യേ അന്യതമായാഹ വ്യക്തിയാഹ വിന അനാദികാലസ്യ ആവർത്തനം കാര്യ അനാദിത്വ അംഗീകാരാ. ഇത് ശാസ്ത്രത്തിന്റെ ഒരു മര്യാദയാണ്. കാര്യങ്ങളിലും ഞങ്ങൾ അനാദിത്വം മാനിക്കും. അതായത് അനാദിയായിരിക്കുന്ന അവിദ്യ അത് അനാദിയായിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണുള്ളത്? കാര്യ അനാദി, കാര്യങ്ങളിലും നമ്മൾക്ക് അനാദിയെ കാണാൻ പറ്റും. അതെങ്ങനെ നോക്കിയോ, അധ്യാസത്വാവച്ഛിന്ന വ്യക്തിന അനവധി അധ്യാസം നടന്നുകൊടുക്കുകയല്ലേ. ഈ സകല അധ്യാസങ്ങളിലുമായിട്ട് എന്തിരിക്കും? അധ്യാസത്വം. അധ്യാസത്വം അവച്ഛിന്ന ആരായിരിക്കും? അധ്യാസ വ്യക്തികൾ. വ്യക്തിനെ ഉദ്ദേശിച്ച അധ്യാസ വ്യക്തിനെ എന്നർത്ഥം. ഘടത്വാവച്ഛിന്ന വ്യക്തി ആരാ? ആരോ ആവാം അല്ലെ? സകല ഘടവുമാവാം. ഘടത്വാവച്ഛിന്ന വ്യക്തി ഏത് ഘട്ടവും ആവാം. ഓക്കെ, സകല ഘട്ടമൊന്നുമല്ല, ഏത് ഘട്ടവും. അധ്യാസ ഘടത്വാവച്ഛിന്ന സകല ഘട്ടം ആണെങ്കിൽ പോലും വ്യക്തികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ വ്യക്തി എടുത്തോളും. അപ്പൊ അധ്യാസത്വാവച്ഛിന്ന വ്യക്തി നാം മധ്യേ അവയിൽ വെച്ചിട്ട് അന്യതമായാഹ വ്യക്തിയാ വിന, അന്യതമായ തൃതീയാന്തമാണ്, അന്യതമയാ വ്യക്തിയാ വിന എന്നുള്ളൂ. വിനവരണ തൃതീയാന്തം വരെ
അന്യതമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അധ്യാസ വ്യക്തി ഇല്ല എങ്കിൽ അനാദികാലസ്യ ആവർത്തനം, അനാദികാലത്തെ ഇരിക്കുന്നു അധ്യാസം എന്ന് പറയാൻ പറ്റാതെ പോകും. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിയാൽ അനാദികാലത്തുള്ള ഇരുപ്പ് നഷ്ടപ്പെട്ടു പോകും. അവിടെ നമ്മൾ എന്ത് മാനിക്കുന്നുണ്ട്? കാര്യ അനാദിത്വം ഇത്യംഗീകാര. അത് കാര്യത്തിലെ അനാദിത്വം എന്നാണ് ഇതിനെ ഉദ്ദേശിച്ചത്. കാരണത്തിലെ അനാദിത്വം വേറെ, അതിന് അന്യതമ വ്യക്തി വരില്ല. അത് ഒരു വ്യക്തി തന്നെ അനാദികാലം മുതൽക്ക് ഇരിക്കുകയാണ്. അനാദികാലം മുതൽക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അധ്യാസം നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് ഡെസ്കിൽ ഒരു അധ്യാസം കാണൂല. അപ്പോൾ എന്തെന്നോട് എങ്ങനെ പറയുന്നോ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലർ പറയും ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടില്ലേ സാധ്യാധ്യാസം മാനിച്ചാൽ മതി. അല്ല, ഇതിന് പിറകിലൊരു അനാദ്യാധ്യാസം നിലനിൽക്കുന്നുണ്ട്. അതാണ് സാക്ഷ്യധ്യാസം. സാക്ഷ്യധ്യാസം സാക്ഷി സ്വരൂപം തന്നെ അധ്യസ്ഥമാണത്, അവന്റെ പ്രകാശ അധ്യാസമാണ്. അത് നിലനിന്നുകൊണ്ടാണ് എന്ത് വരുന്നത്? സാധ്യമായിരിക്കുന്ന ഈ ദേഹത്തിലെ അധ്യാസം. ഈ ദേഹം വിട്ടാലോ അടുത്ത ദേഹത്തിലെ അധ്യാസം. ഇനി ഒന്നും കൂടി സ്പഷ്ടമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് പങ്ക്തി വിട്ടോ, നിങ്ങൾക്ക് അധ്യാസം നേരിടാത്ത ഒരു സമയമുണ്ടോ? നമ്മൾ ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ശരീരം പിടിക്കും. ആ ശരീരം പിടിച്ചില്ലെങ്കിൽ എവിടെയായിരിക്കും? ഒന്നുകിൽ ഭോഗമില്ലാത്ത പ്രകൃതി ലയാന്തമായിരിക്കും. അവിടെ അധ്യാസമില്ലേ? ബ്രഹ്മസ്വരൂപം അല്ലല്ലോ മക്കളെ, മനസ്സിലായോ? അവിടെ നിന്ന് തിരിച്ചു വരൂലേ? പക്ഷെ നിങ്ങൾ അധ്യാസമായിട്ട് ഭാഷ്യകാരൻ കാണാറില്ല, സുഷുപ്തിയെ പോലും അധ്യാസമായിട്ട് കാണാറില്ല. അതറിയാം. അതെന്തുകൊണ്ടാ? ഭോഗം നടക്കാത്തത് കൊണ്ട്. എന്നാൽ അവിടെ സുഷുപ്തി സ്ഥലത്ത് അധ്യാസം നടക്കുന്നില്ലേ? സാക്ഷി നിലനിൽക്കുന്നുണ്ടെങ്കിൽ സാക്ഷി സ്വരൂപനായിരിക്കുന്ന ഒരു അധ്യാസം അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? എങ്കിലേ ശാസ്ത്രം മനസ്സിലായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ശാസ്ത്രം മനസ്സിലാക്കാതെ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് മാത്രമേ അധ്യാസം, അങ്ങനെ അല്ലത്. അതായത് സാക്ഷിവരുത്തം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ശുദ്ധ ചൈതന്യമാണോ? അല്ല. മനസ്സിലായോ? ശുദ്ധ ചൈതന്യം ജാഗ്രതയിലും സ്വപ്നത്തിലും മാത്രം അധ്യസിച്ചുകൊണ്ടിരിക്കുകയാണോ? ബാക്കി അവൻ അധ്യസിക്കത്തില്ല എന്ന്? അങ്ങനെയല്ല. അതിനിടയിൽ ഒരു പ്രസംഗമുണ്ട്. അതാണ് അവൻ ബ്രഹ്മമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്ന് പറയും, ബ്രഹ്മം അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നും പറയും. ഈ സ്ഥലം പിടികിട്ടാനാണ് ആൾക്കാർക്ക് പാട്. മനസ്സിലായോ? ബ്രഹ്മസ്വരൂപമാണോ? അല്ല. കാരണം പ്രമാണമുണ്ട്. അതെന്താ? നിങ്ങൾ മാണ്ഡൂക്യം എടുത്തു നോക്കിയാൽ മതി. ബീജനിദ്രായുധ പ്രാജ്ഞ എന്നുള്ളതാണ് അതിന്റെ കാരണം. ഭാഷകാരനും ബീജനിദ്രായുധ പ്രാജ്ഞ തന്നെ എടുത്ത് സംസാരിക്കുക. ഇനി ബൃഹദാരണ്യകാദി ഉപനിഷത്തിലും സ്ഥാനം കിടക്കണം. അപ്പൊ ബീജനിദ്രായുധനായിരിക്കുന്ന സാക്ഷി സ്വരൂപം അങ്ങനെ കിടക്കും. അത് അനാദ്യധ്യാസമുണ്ട്. അത് ഒഴിവാക്കിയിട്ട് വ്യക്തി അധ്യാസത്തെ എടുത്ത് അവിടെ സംസാരിക്കുന്നുള്ളൂ. അവർക്ക് അറിയായിട്ടൊന്നല്ല ഞങ്ങൾക്ക് പിറകിൽ ഇങ്ങനത്തെ ഒരു സാധനം സംസാരിക്കാനുണ്ട് എന്നുള്ളത്. ഇവിടെ എന്തുകൊണ്ടാ? അധ്യസ്യ മിഥുനീകൃത്യ എന്ന് ലബന്ധ പ്രയോഗം നടത്തിയത് കൊണ്ട് രണ്ട് ക്രിയകൾ വേണം. അവിടെയാണ് നമ്മൾ പറയുന്നത് അനാദി അധ്യാസത്തെ എടുത്ത് കാണിക്കാനാണ്. അതുകൊണ്ടാണ് പ്രസംഗം ഇങ്ങനെ കൊണ്ടുവന്നത്. പ്രസംഗത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റി? ഏതെങ്കിലും ഒന്നില്ല എങ്കിൽ എന്ത് പറ്റും? കാര്യ അനാദിത്വം കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് കാര്യ അനാദിത്വം മാനിക്കാം. അധ്യാസ വ്യക്തിനാം മധ്യേ അന്യതമയാ വ്യക്തിയാ വിന, ഏതെങ്കിലും ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു എങ്കിൽ അനാദികാലസ്യ ആവർത്തനം, അനാദികാലത്ത് ഇരിക്കാതിരിക്കുക എന്നുള്ളത്. ഇതിന്റെ അർത്ഥം എന്താ? അനാദിയായിട്ട് ഒരു വ്യക്തി ഉണ്ടെന്നല്ല, ഏതെങ്കിലും ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് അനാദികാലത്തേക്ക് പിന്തുടർന്ന് വരിക എന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കാര്യങ്ങളിൽ അനാദിത്വം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഏതേന കാരണഭാവാദിതി കൽപ്പോ നിരസ്ത. 3 പ്രസംഗം വെച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഏത് പേജാണ്? 8ാമത്തെ പേജിൽ മിഡിൽ ഒരു പ്രസംഗം വന്നിരുന്നു. തഥാഹി കിം അധ്യാസസ്യ നാസ്തിത്വം, അധ്യാസം ഇല്ല എന്ന് പറയാൻ കാരണം അയുക്തത്വാതുവ അഭാനാതുവ കാരണാഭാവാതുവ. ഓക്കെ, 9ാമത്തെ പങ്ക്തിയിൽ ഉണ്ടായിരുന്നത്. 8ാം പേജിലും ടീക്കയില് 9ാം പങ്ക്തി നോക്കിയാൽ അത് അവിടുത്തെ 3ാമത്തെ ഉത്തരം അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ സംസാരിച്ചതാണ് ഇത് അവസാനം ഇങ്ങനെ വരും എന്നുള്ളത്. ഇതിവിടെ കാണുകയാണ്. ഏതേന ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ന് പറയാൻ സംസ്കാരം നിലനിന്നുകൊണ്ട് പൂർവാധ്യാസത്തിൽ നിന്ന് ഉത്തരാധ്യാസം വരുന്നു എന്നുള്ളത് കൊണ്ട് കാരണാഭാവ, അത് കാരണമില്ല എന്നുള്ളത് കൊണ്ടാണോ അധ്യാസം നാസ്തി എന്ന് പറഞ്ഞത് എന്നും പറയാൻ പറ്റത്തില്ല എന്നർത്ഥം. കാരണം ഉണ്ടായിട്ട് അധ്യാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്കാരസ്യ നിമിത്തസ്യ നൈസർഗിക പദേന ഉക്തത്വാത്, നിമിത്തമായിരിക്കുന്ന സംസ്കാരത്തെയാണ്, അധ്യാസജന്യ സംസ്കാരം ഉണ്ടല്ലോ അതാണ് നിമിത്തം അടുത്ത അധ്യാസത്തിന്. ഇതിനെയാണ് നമ്മൾ നൈസർഗിക പദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. എന്നുവെച്ചാൽ പൂർവ്വ പ്രമാജന്യ ഏവ സംസ്കാരോ ഹേതുരിവാച്യം. അതായത് ഇതാണ് നിങ്ങളുടെ പ്രസംഗം തുടങ്ങിയത്. പൂർവപക്ഷി പറഞ്ഞത് പൂർവ്വപ്രമയിൽ നിന്ന് സംസ്കാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അധ്യാസം നടക്കൂല എന്ന്. നിങ്ങളിത് വിശിഷ്ടാദ്വൈതം തുടങ്ങുന്ന നേരം തുടക്കത്തിലെ വാദം തന്നെ ഇതാണ്. അതായത് അധ്യാസം നടക്കുന്ന സ്ഥലത്ത് അധ്യസിക്കാൻ ഒരു വ്യക്തിയുണ്ട്, അധ്യസിക്കപ്പെടുന്ന വസ്തുവിന്റെ പ്രമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ജഗത്തിനെ മൊത്തം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്ത് നടക്കത്തില്ല?
അധ്യാസം നടക്കത്തേയില്ല. കാരണം എല്ലാ അധ്യാസ സ്ഥലത്തും വാസ്തവ വസ്തുവിന് ഉള്ളത് കൊണ്ടാണ് രണ്ടാമത് വാസ്തവ സർപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് കയറിൽ സർപ്പത്തെ അധ്യസിക്കാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ജഗത്ത് കൽപ്പിതം എന്ന് പറയണമെങ്കിൽ ഏതോ ഒരു ജഗത്ത് വാസ്തവമായിരിക്കണം. വാസ്തവം വേറെ ഏത് ജഗത്താ ഉള്ളത്? വേറെ ഒരു ജഗത്തില്ല, ആയതുകൊണ്ട് ഈ ജഗത്ത് വാസ്തവം. അതേപോലെ ബ്രഹ്മസ്ഥലത്ത് അധ്യസിക്കപ്പെടുന്ന വസ്തുവായിരിക്കുന്ന സർപ്പത്തിൽ ഭിന്നമായിട്ട് അധിഷ്ഠാനമായിരിക്കുന്ന കയറും കാണുന്നവനും വാസ്തവമാണ്, അല്ലേ? കയറിലെ സർപ്പമല്ല അധ്യസിക്കപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ ഈ ജഗത്തും ദ്വൈതം നിലനിർന്ന വസ്തുക്കൾ തന്നെയാണ്. നിങ്ങൾ അധ്യാസം മാറ്റി വെക്ക്, ബാക്കി രണ്ടും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാദം നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാൾ നല്ല നല്ല വാദങ്ങൾ വിശിഷ്ടാദ്വൈതത്തിൽ അവർ വെക്കുന്നുണ്ട്. പക്ഷെ എല്ലാം വേദാന്തി വൺ ടു അനദർ കട്ട് ചെയ്ത് പോകും. അത് നോക്കിക്കോ. പൂർവ്വപ്രമാജന്യ ഏവ സംസ്കാര ഹേതുരത്തിന്റെ വാച്യം. പൂർവ്വപ്രമയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരമാണ് അധ്യാസത്തിന് കാരണം മാനിക്കേണ്ട ആവശ്യമില്ല. ലാഘവേന പൂർവ്വ അനുഭവജന്യ സംസ്കാര ഹേതുത്വാത്. അനുഭവം എന്നുള്ളത് പ്രമേയാവാം ബ്രഹ്മമാവാം. അപ്പോൾ പൂർവ്വ അനുഭവജന്യ സംസ്കാരം മാത്രമാണ് ഹേതു. അതഹ പൂർവ്വ അധ്യാസജന്യ സംസ്കാരവും അസ്ഥീതി സിദ്ധം. ആയതുകൊണ്ട് പൂർവ്വ അധ്യാസജന്യമായ ഒരു സംസ്കാരമുണ്ട്. അധ്യാസ സ്ഥലത്ത് നമ്മൾ അനുഭവം തന്നെയല്ലേ പറയുന്നുള്ളൂ. ആ അനുഭവം, അതായത് വേദാന്തി സംബന്ധിച്ച് ഏക ബ്രഹ്മസ്വരൂപ ജ്ഞാനം, അതായത് പ്രമാണജന്യ ബ്രഹ്മാത്മക അനുഭവം മാത്രമാണ് പ്രമ എന്ന് പറയുന്നുള്ളൂ. അപ്പം ഘടാതിജ്ഞാനം പ്രമേയാവുന്നതോ അത് അതത്വാവേദക പ്രമാണജന്യമായിരിക്കുന്ന പ്രമ മാത്രമാണ്. തത്വവേദക പ്രമാണജന്യമായിരിക്കുന്ന ജ്ഞാനം കേവലം ബ്രഹ്മവിഷയക ജ്ഞാനമാണ്. ഇങ്ങനെ അവർ പ്രമേയം ഉണ്ടാക്കാറ്. ഇത് രണ്ടാണെങ്കിൽ പോലും പ്രമാവിഷയമായിരിക്കുന്ന വസ്തു അത് ജ്ഞാനസ്വരൂപൻ, അത് വൃത്തിജ്ഞാനമല്ല, അത് അജ്ഞാനം നഷ്ടപ്പെടുത്തതുമില്ല. അധ്യാസസ്യ ഉപാദാനമാഹ. ഇനിയാണ് അധ്യാസത്തിന്റെ ഉപാദാന കാരണം പറയുന്നത്. കഴിഞ്ഞ പേജിൽ നോക്ക്, മിഥ്യാജ്ഞാന നിമിത്ത എന്ന്. അവിടെയുള്ള നിമിത്തമായിരിക്കുന്ന മിഥ്യാജ്ഞാനമാണ് എല്ലാ അധ്യാസത്തിന്റെയും കാരണം. ഇനി ടീക്കയില് പറയാണ്, മിഥ്യാച തദജ്ഞാനം ച മിഥ്യാജ്ഞാനം വ്യുത്പത്തിയാണ്, കർമ്മധാരനാണിത്. മിഥ്യയായിരിക്കുന്ന അജ്ഞാനത്തെയാണ് മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞത്. രാമശ്ച കൃഷ്ണശ്ച രാമകൃഷ്ണവും. ഇത് ഒരാളാണോ രണ്ടാളാണോ? ഒരാള്. അല്ല, രണ്ടാളുണ്ട്. വ്യുത്പത്തി നോക്കണം. രാമശ്ച കൃഷ്ണശ്ച, രാമൻ കൃഷ്ണൻ. അപ്പോൾ ഉണ്ടാക്കിയ പദങ്ങൾ എന്താന്ന് നോക്കണം. രാമകൃഷ്ണവ് എന്നാണ്, ദ്വിവചനമാണ്. അവിടെ രണ്ടുപേരുണ്ട്. രാമശ്ച അസൗ കൃഷ്ണശ്ച എന്നായിരുന്നെങ്കിൽ ഏകവചനത്തിൽ എഴുതത്തുള്ളൂ, രാമകൃഷ്ണ. രാമനോ ആണ് അവൻ, കൃഷ്ണനോ ആണ്. രാമകൃഷ്ണ രാമ എന്ന് വിളിക്കുകയാണെങ്കിൽ കൃഷ്ണ എന്ന് വിളിക്കാം. രാമാവതാരത്തിൽ 8 കല, കൃഷ്ണാവതാരത്തിൽ 16 കല. രാമകൃഷ്ണ അവതാരത്തിലോ ബാക്കി കല അങ്ങോട്ട് പോയി. ഇവര് ഓരോരുത്തർ വരുന്ന കാലയൊക്കെ സൈഡിൽ വെക്കുന്നതാണത്. മിഥ്യാച്ച തദജ്ഞാനച്ച മിഥ്യാജ്ഞാനം തൻ നിമിത്ത എന്ന് പറഞ്ഞ തതുപാദാനം യസ്യ. അതാണ് തൻ നിമിത്തം. നിമിത്തത്തിന്റെ അർത്ഥമാണ് ഉപാദാനം. നിമിത്തം ഉപാദാനം യസ്യ. ഭാഷ്യത്തിൽ എന്താ പറയുന്നത്? താൻ നിമിത്ത അല്ലേ? ठीक ആയിക്കോട്ടെ. നിമിത്തത്തിന്റെ അർത്ഥം ചെയ്തിരിക്കുകയാണ് ഉപാദാനം. മിഥ്യാജ്ഞാന നിമിത്ത എന്നുള്ള സ്ഥലത്ത് മിഥ്യാജ്ഞാനം നിമിത്തമായിരിക്കുന്നതിന്റെ അർത്ഥമാണ് ഉപാദാനമായിരിക്കുന്നത്. യാതൊരു അധ്യാസത്തിൻ്റെതാണോ ആ അധ്യാസത്തെയാണ് എന്ത് പറയുന്നത്? സ അധ്യാസ തൻ നിമിത്ത എന്ന് പറയുന്നത് മിഥ്യാജ്ഞാനം കാരണമായിരിക്കുന്നത്, ഉപാദാനമായിരിക്കുന്നത് അർത്ഥം. മിഥ്യാജ്ഞാനം എന്നുള്ള അർത്ഥം എന്താ? മിഥ്യായിരിക്കുന്ന അജ്ഞാനം. ഈ മിഥ്യാജ്ഞാനത്തിന്റെ വിഷയം എന്താ? ശ്രദ്ധിച്ചു പറഞ്ഞാൽ മതി. ഈ മിഥ്യാജ്ഞാനത്തിന്റെ വിഷയം എന്താ എങ്കിൽ നിങ്ങൾക്ക് ഈ മിഥ്യാജ്ഞാനം മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം. ഓഫ്ലൈൻ കേൾക്കുന്ന ആൾക്കാരും 2 മിനിറ്റ് ആലോചിച്ചോ, ഈ മിഥ്യാജ്ഞാനത്തിന്റെ വിഷയം എന്താ? വേണേ പോസ്റ്റ് വെച്ചിട്ട് ആലോചിക്കും, നിങ്ങൾക്ക് കൊണ്ട് ഇത് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഉള്ളതാണ്. ഈ മിഥ്യാജ്ഞാനത്തിന്റെ വിഷയം എന്താ? ആത്മാ. കറക്റ്റ്. കണ്ടു പറഞ്ഞിരുന്നു. ഞാൻ ഈ വിദ്യ കണ്ടെത്തിയത് ഹിമാലയത്തിലെ മരത്തിലെ പൊത്തുനിന്ന് കൊണ്ടുവന്നാന്ന്. പ്രാണവിദ്യയെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ഗുരു പോകുന്നേരം ഗുരു അതായിരിക്കുന്ന ഒരു മരപ്പൊത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രാണനാണെല്ലാം മോനെ, ബലിയടാ പ്രാണൻ. കറക്റ്റ്. ഇതേ ആശ്രയത്വ വിഷയത്വ ഭാഗിനേന്ന് വിഭാഗചിതിരേവ കേവല. നിങ്ങൾക്ക് അത് എന്തെങ്കിലും തലേ കത്തിയോന്നാ ചോദിച്ചത് ഞാൻ. ഈ മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ അനാദി അജ്ഞാനമാണ്. ഇതിന്റെ വിഷയമാണ് ബ്രഹ്മ, ആശ്രയമാണ് ബ്രഹ്മ. പക്ഷെ ഇനി നിങ്ങൾ എവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ മറന്നു പോകും. കാരണം അത് ഇവന്റെ താക്കത്താണ് അജ്ഞാനം. നിത്യാജ്ഞാനം ഉദ്ദേശിച്ച അജ്ഞാനമാണ്. അജ്ഞാനത്തിന്റെ വിഷയമാണ് ബ്രഹ്മ, അജ്ഞാനത്തിന്റെ ആശ്രയമാണ് ബ്രഹ്മ. അത് തന്നെയാണ് ആത്മ. തദ് ഉപാദാനക ഇത്യർത്ഥ.
തത് ഉപാദാനം യസ്യ, നിത്യാജ്ഞാനം ഉപാദാനം യസ്യ അധ്യാസസ്യ. ആ അധ്യാസത്തെയാണ് തന്നിമിത്തക എന്ന് പറഞ്ഞത്. തന്നിമിത്തക എന്നുള്ളത് തതുപാദാനക എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അജ്ഞാനസ്യ ഉപാദാനത്വേപി സംസ്ഫുര ആത്മതത്വ ആവരകതയാ ദോഷത്വേന അഹങ്കാരാധ്യാസ കർത്തൃീശ്വരസ്യ ഉപാധിത്വേന സംസ്കാര കാല കർമാദി നിമിത്ത പരിണാമിത്വേന ച നിമിത്തത്വമിതി ദ്യോതയിതും നിമിത്തപദം. അജ്ഞാനസ്യ ഉപാധിത്വേപി സ്ഫുരതാത്മതത്വസ്യ. ആത്മതത്വം സ്ഫുരത്വസ്വാണെന്ന് കേട്ടിട്ടുണ്ടോ? പ്രാതസ്മരാമി ത്രിദിശം സ്ഫുരമാത്മതത്വം. നാളെ കാണത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ.